മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായി പതിവ് പോലെ പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റേറ്റിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉടനടി റേറ്റ് കട്ട് എന്നുള്ള നയത്തിലേക്കും പോകാൻ സാധിക്കില്ല, അത്തരത്തിലുള്ള കണക്കുകളായിരുന്നു വന്നിരുന്നത് എന്നുള്ളതും കൂടി നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇനി US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? അമേരിക്കൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ ട്രെൻഡ്, ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് കണ്ടിന്യൂഡ് ടു ബി ബെയറിഷ്. സോ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീണ്ടും നമ്മളൊരു ചെറിയ സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കണ്ടത്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും 37,500 പോയിന്റിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്കൊരു ഷോർട്ട് ടേം നല്ലൊരു ശക്തമായിട്ടൊരു റിക്കവറി ഡൗട്ടിൽ കാണണമെങ്കിൽ 38,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും സിറ്റുവേഷൻ കുറച്ചും കൂടെ ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 16,900 പോയിന്റിലെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടു ടേൺ ബുള്ളിഷ്. 18,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ സെഷനിൽ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് 2% ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബ്രെന്റ് ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 1.6% ഒരു ഇടിവ് രേഖപ്പെടുത്തി ബാരലിന് 84.94 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. US WTI നോക്കുകയാണെങ്കിലും 1.7% ഒരു ഇടിവിൽ ബാരലിന് 80.54 എന്ന റേഞ്ചിലേക്ക് ക്രൂഡ് ഇടിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ആസ് ഫാർ ആസ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ആർ കൺസേൺഡ്, നമുക്കിതൊരു നല്ലൊരു ഡെവലപ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 4 സെഷൻസിൽ തുടർച്ചയായിട്ട് ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിന്റെ 12-ാം തീയതി ആയിരുന്നു നമുക്ക് ഇതിന്റെ ഒരു അടുത്ത കാലത്തെ ഹൈ കാണാൻ സാധിച്ച $87. ആൻഡ് സിൻസ് ദെൻ ഗ്രാജുവലായിട്ട് സെല്ലിംഗ് പ്രഷർ വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇന്നലത്തെ സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ഇൻ ക്രൂഡ് ഓയിൽ ഹാസ് ടേൺഡ് ബെയറിഷ്. സോ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് ക്രൂഡ് ഓയിലിൽ ഒരു ഇത്രയും ശക്തമായ ഒരു ബെയറിഷ് മൂവ് കാണാൻ സാധിക്കുന്നത്, വിച്ച് ഇസ് വെരി വെരി ഗുഡ് ആസ് ഫാർ ആസ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഇസ് കൺസേൺ. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ആസ് ട്രേഡേഴ്സ് ശ്രദ്ധിച്ചിരിക്കുന്നത് ടയർ മാനുഫാക്ചറിങ് കമ്പനി, പെയിന്റ് മാനുഫാക്ചറിങ് കമ്പനി, ഫെർട്ടിലൈസർ കമ്പനീസ് ആൻഡ് നാച്ചുറലി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. ഈ 4 സ്റ്റോക്സിലും നമുക്ക് ഷോർട്ട് ടേമിൽ അപ്സൈഡ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം ഗോൾഡിലേക്ക് നോക്കുന്ന സമയത്ത് നിലവിൽ ഫ്യൂച്ചർ ഡെറിവേറ്റീവ്സിൽ 0.24% ഒരു ഇടിവിൽ ട്രായ് ഔൺസിന് 2,317.63 എന്ന റേഞ്ചിലാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂ ടു ബി ബുള്ളിഷ്. ബട്ട് സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ $2,342 ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഒരു $25 മുതൽ $30 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. കൈവച്ച ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $2,285 ആയിരിക്കണം. ആഭ്യന്തര വിപണിയിൽ 22,679 എന്ന റേഞ്ചിലായിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അങ്ങോട്ട് 22,783 എന്നൊരു സർവകാല ഉയരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സാറും കഴിഞ്ഞ സെഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പുതിയൊരു റെക്കോർഡിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത്. എന്നാൽ തുടർന്ന് അങ്ങോട്ട് പിന്നീട് 22,568 എന്നൊരു ഇൻട്രാഡേ ലോ ടച്ച് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അവസാന നിമിഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 22,800 ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിന് നിഫ്റ്റി 50ക്ക് ഒരു 300-400 പോയിന്റ് നേട്ടം നൽകാൻ സാധിക്കും. അറ്റ് ദ മൊമെന്റ് നമുക്ക് നിഫ്റ്റി 50യിലെ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 22,300 പോയിന്റ് ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട മേജർ പ്രൈവറ്റ് ബാങ്ക്, അതായത് HDFC, കൊട്ടക് ബാങ്ക്, ഒപ്പം തന്നെ ICICI ബാങ്ക്, SBI മുതലായിട്ടുള്ള ബാങ്കിങ് ഓഹരികളിൽ ഒരു ഇടിവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉച്ച കഴിഞ്ഞുള്ള മണിക്കൂറുകളിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 49,974.75 എന്നുള്ളൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 50,000 അടുത്ത് വരെ എത്തിയിട്ട് അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് താഴ്ന്നൊരു സ്ഥിതിവിശേഷം നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഇനി മുന്നോട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി ബാങ്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 6-7 സെഷനായിട്ട് തുടർച്ചയായിട്ട് വി ഹവ് സീൻ ഗെയിൻസ് ഇൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. സോ അതിനെ തുടർന്ന് നമ്മളൊരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 48,400 മുതൽ 48,800 ആ ഒരു റേഞ്ച് ആയിരിക്കും മേജർ സപ്പോർട്ട് ഏരിയ. യെസ്, ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് ഇനി അങ്ങോട്ട് പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം അദാനി വിൽമറിന്റെ റിസൾട്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അദാനി പവർ, അംബുജ സിമന്റ്സ് എന്നിവയുടെ ഒക്കെ തന്നെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് അദാനി എന്റർപ്രൈസ് അടക്കമുള്ള കമ്പനികളുടെ റിസൾട്ടുകളും റിലീസ് ചെയ്യാനിരിക്കുകയാണ്. അദാനി വിൽമറിന്റെ നമ്പേഴ്സ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ 59% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. 156 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ അറ്റാദായം, സ്റ്റാൻഡ് അലോൺ അറ്റാദായം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ ഒരു കാലയളവിൽ 98 കോടി രൂപയായിട്ടായിരുന്നു കമ്പനി അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വരുമാനം പരിശോധിക്കുന്ന സമയത്ത് ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുമ്പോൾ 3% ഒരു മാർജിനൽ ഡിക്ലൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡിക്ലൈൻ ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അവരുടെ സെഗ്മെന്റ് വൈസ് കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും എഡിബിൾ ഓയിൽസിന്റെ സെഗ്മെന്റിലൊക്കെ തന്നെ 11% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു വോളിയത്തിൽ. ഒപ്പം തന്നെ ഫുഡ് ആൻഡ് FMCGയെ സംബന്ധിച്ചും 9% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അദാനി വിൽമറിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 4% മുന്നേറ്റത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മറ്റ് അദാനി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് അദാനി പവർ 3% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ച് 1% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അദാനി പോർട്സ് 0.39% ഒരു മുന്നേറ്റത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി അദാനി പവറിന്റെ നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 48% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ റവന്യൂവിനെ സംബന്ധിച്ച ഇയർ ഓൺ ഇയർ ബേസിസിൽ 30% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു റിസൾട്ടുകളെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ അദാനി സ്റ്റോക്കുകൾ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അഡാനി സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ അഡാനി സ്റ്റോക്സിലും നമുക്ക് സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്ന, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് അഡാനി പവർ. സോ അഡാനി പവറിന്റെ കേസിൽ ഷോർട്ട് ടേം ഒരു ട്രേഡിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു ട്രേഡിംഗ് കൺഫർമേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ 625 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 30 രൂപയുടെ നേട്ടം നമുക്ക് അഡാനി പവറിന്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് എനിക്ക് അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ മിഞ്ഞാന്നത്തെ ട്രേഡിംഗിന്റെ അടിസ്ഥാനത്ത് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ദി പാറ്റേൺ ഇൻ അഡാനി വിൽമർ. സോ അഡാനി വിൽമർ കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ആൻഡ് അഡാനി വിൽമറിന്റെ കേസിൽ 361 രൂപയിൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് ആദ്യത്തെ 380, അതിനെ തുടർന്ന് 400 രൂപയിലും ആയിരിക്കും. അപ്പം ഇന്നിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ 0.81% ഒരു ഇടിവിൽ 30 രൂപ 80 പൈസ എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് ഇന്നത്തെ ഇൻട്രാഡേയിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്ന, ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 33 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 27 രൂപ. ഫെഡറൽ ബാങ്കാണ് നമ്പേഴ്സ് റിലീസ് ചെയ്യുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ കഴിഞ്ഞൊരു സെഷനിൽ 1.5% നേട്ടത്തിൽ 162 രൂപ റേഞ്ചിലായിരുന്നു ഫെഡറൽ ബാങ്കിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച സാറിന്റെ റിവ്യൂ എന്താണ്?
ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഫെഡറൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിലും റിസൾട്ട് അനൗൺസ് ചെയ്ത സമയത്ത് നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തിട്ട് പോലും ഈ സ്റ്റോക്കിൽ 3 ക്വാർട്ടേഴ്സിൽ നമുക്ക് കനത്ത സെല്ലിംഗ് ആയിരുന്നു കാണാനിടയായത്. ഫെഡറൽ ബാങ്കിന്റെ ഓൾ ടൈം ഹൈ ഇപ്പം നിലനിൽക്കുന്നത് 166.35 രൂപ. ആ ഒരു ട്രേഡിംഗ് ലെവലിന്റെ വളരെ അടുത്ത ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് വി ആർ ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം ഞാൻ ചോദിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയാൻ ജിയോഫിനുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% അടുത്തൊരു ഇടിവിലായിരുന്നു അവസാന നിമിഷങ്ങൾ വ്യാപാരം അവസാനിപ്പിച്ചത്. 375.9 എന്ന റേഞ്ചിലായിരുന്നു ജിയോഫിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞൊരു 1 മന്തിൽ ഇതിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ 1 വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞൊരു 1 വീക്കിൽ ഓൾമോസ്റ്റ് ഒരു 2% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ജിയോഫിനുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ജിയോഫിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ 5 സെഷൻസിൽ നടന്നിരിക്കുന്ന ഈ കറക്ഷൻ നമുക്കൊരു എൻട്രി അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 386 രൂപ. 386 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എൻ എൻട്രി ഓപ്പർച്യൂണിറ്റി. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 400-ഉം 415 ആയിരിക്കും. കഴിഞ്ഞൊരു സെഷനിൽ കാര്യമായിട്ടുള്ള നേട്ടം രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ്, കുറച്ച് റെയിൽവേ സ്റ്റോക്കുകൾ ഉണ്ട്. അതിൽ ആദ്യം ചോദിക്കുന്നത് ടെക്സ്മാക്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1% ഇടിവിൽ 182 രൂപ റേഞ്ചിലാണ് ടെക്സ്മാക്കയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 1 വീക്കിൽ നോക്കുമ്പോഴും 4% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്സ്മാക്കുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ എന്താണ്? ടെക്സ്മാക്കോ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ ആയിരുന്നു നടത്തി വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ ടേൺ റൗണ്ട് സ്റ്റോക്ക്. ആൻഡ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 190 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 197, 206 ആൻഡ് അതിനെ തുടർന്ന് 212 രൂപയിലും ആയിരിക്കും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി. അതോടൊപ്പം ഇർക്കോണിന്റെ ഓഹരികളെ സംബന്ധിച്ചും 1.61% ഇടിവിൽ 250 രൂപ 90 പൈസ എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇർക്കോണിനെ സംബന്ധിച്ചും കഴിഞ്ഞൊരു 1 വീക്കായിട്ട് നോക്കുന്ന സമയത്ത് 3% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇർക്കോണിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇർക്കോണില് കഴിഞ്ഞ 2 സെഷൻസ് ആയിട്ട് നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 235, 240 ഇതായിരിക്കും ഏറ്റവും മുഖ്യമായിട്ടൊരു സപ്പോർട്ട് ഏരിയ. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ആ ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ബട്ട് മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്നത് 258 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 273, പിന്നീട് 285. അതോടൊപ്പം റെയിൽടെലുമായി ബന്ധപ്പെട്ടും സാറിന്റെ വ്യൂ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 0.54% ഒരു ഇടിവിൽ 397 രൂപയിലാണ് കഴിഞ്ഞൊരു സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റെയിൽടെൽ നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? റെയിൽ സ്റ്റോക്സിലും നമുക്ക് ഇതേ സെയിം പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ നേരിടുകയായിരുന്നു. ആൻഡ് വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദറ്റ് സൈക്കിൾ. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ റെയിൽടെലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 409 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 422, പിന്നീട് 435, പിന്നീട് 450 രൂപ. പ്രിയക്ക് ഇത് തിരിച്ച് വരുന്നതിന് മുൻപ് ഏറ്റവും മുഖ്യമായിട്ട് ഇന്നലെ നമുക്ക് കിട്ടിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് GST കളക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 ലക്ഷം കോടി രൂപയുടെ കളക്ഷൻസ് ആയിരുന്നു ഏപ്രിൽ മാസത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ മേജർ പോസിറ്റീവ് ഡെവലപ്മെന്റ് ആസ് ഫാർ ആസ് ദി ഇന്ത്യൻ ഇക്കോണമി ഈസ് കൺസേൺഡ്. ആൻഡ് തീർച്ചയായിട്ടും അത് ഒരു വളരെ പോസിറ്റീവ് ഇമ്പാക്ട് ഷെയർ മാർക്കറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
യെസ് സർ. ഒപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സെറ സാനിറ്ററി വെയർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഇയർ ടിൽ ഡേറ്റ്, അതായത് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം കാര്യമായിട്ടുള്ള റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 9% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. സെറ സാനിറ്ററിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ എന്താണ്? So Zera Sentry, unfortunately, long-term trend bearish ആയിട്ടാണ് കാണുന്നത്. ബട്ട് കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് അത് കൺസോൾട്ടേഷൻ നടത്തി വരികയാണ്. 7,000 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് നമുക്ക് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു അവസരം ലഭിക്കണമെങ്കിൽ 7,400 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ മല്ലിക എന്ന് പറഞ്ഞ പ്രേക്ഷക ആദ്യമായി ചോദിച്ചിരിക്കുന്നത് യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. സോ യെസ് ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 സെഷൻസിൽ യെസ് ബാങ്കിന്റെ കേസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 25 രൂപ. എനിക്ക് തോന്നുന്നില്ല 25 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ എൻട്രി അവസരം കാണാൻ സാധിക്കുന്നില്ല. ജിനീഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ ടെക്നോളജിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1067 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ ടെക്നോളജിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ബട്ട് നല്ലൊരു ലോ റിസ്ക് എൻട്രി അവസരം ഈ സ്റ്റോക്കിൽ നമുക്ക് ഫോം ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണുന്നത് 1075 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1100, അതിനെ തുടർന്ന് 1110, അതിനെ തുടർന്ന് 1135 രൂപയിലും ആയിരിക്കും. സിജു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ക്രിസിലുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഇടിവിൽ 4,348 രൂപയിലാണ് ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തത്. സോ ക്രിസിലിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ് ബട്ട് ലോങ് ടേം സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ, പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കർണാടക ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.32% ഒരു ഇടിവിൽ 231 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കർണാടക ബാങ്ക് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ ആണ് നടത്തി വരുന്നത്. ആൻഡ് നല്ലൊരു സപ്പോർട്ട് ബേസ് 220 രൂപയിൽ ഫോം ചെയ്തതായിട്ടും കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 240 രൂപയുടെ റെസിസ്റ്റൻസ്. 240ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 250, അതിനെ തുടർന്ന് 260, അതിനെ തുടർന്ന് 275 രൂപയിലും ആയിരിക്കും. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഹിന്ദു കോപ്പറുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 0.67% ഇടിവിൽ 386 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ കോപ്പർ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. കഴിഞ്ഞ 2 സെഷൻസിൽ വി ആർ ഏബിൾ ടു സീ പ്രോഫിറ്റ് ടേക്കിംഗ്. അത് ലോങ് ടേം ട്രെൻഡിന് ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിന്റെ അടുത്ത മേജർ 2 ടാർഗറ്റ്സ്, ആദ്യത്തെ 405, അതിനെ തുടർന്ന് 420 രൂപയിലും. അനൂപ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 6% ഇടിവിൽ 68 രൂപ 30 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇറ്റ് ഹസ് ബീൻ അണ്ടർഗോയിങ് കറക്ഷൻ. ആൻഡ് ആ ഒരു കറക്റ്റീവ് ഫേസിൽ നിന്നും തിരിച്ചൊരു ബുള്ളിഷ് മോഡിലോട്ട് പോകാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 240 രൂപയുടെ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു 25 മുതൽ 35 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 217 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അശ്വിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ IRFCയിലുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2.3% ഇടിവിൽ 157 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പല റെയിൽ സ്റ്റോക്സിനെ കുറിച്ചും സംസാരിച്ചിരുന്നു.
സിമിലർ പാറ്റേൺ നമുക്ക് IRFCയിലും കാണാൻ സാധിക്കുന്നത്. ഒരു 2-3 മാസം നീണ്ടു നിന്ന കറക്ഷന് ശേഷം തിരിച്ച് ഈ സ്റ്റോക്കിലും നമുക്കൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നും തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത് ബിറ്റ്വീൻ 150 to 153. ആ 150യുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. കറക്ഷൻ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന മണപ്പുറവുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% നേട്ടത്തിൽ 200 രൂപ 15 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. മണപ്പുറത്തിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് മണപ്പുറത്തിന്റെ 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 220 അതിനെ തുടർന്ന് 225 ആയിട്ടാണ് കാണുന്നത്. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.86% ഇടിവിൽ 185 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ നാഷണൽ അലുമിനിയം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കഴിഞ്ഞ സെഷനിൽ നമുക്ക് നൽകിയതിനു ശേഷം വി ആർ സീയിങ് ലിറ്റിൽ ബിറ്റ് പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 175 രൂപയായിരിക്കും ഏറ്റവും മുഖ്യമായിട്ടൊരു സപ്പോർട്ട്. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സുധീന്ദ്രൻ നായർ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കൊടക് ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. അൺഫോർച്ചുനേറ്റ്ലി കോട്ടക് ബാങ്കിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ എൻറ്റയർ ബാങ്കിങ് സ്പേസിൽ വളരെ അപൂർവം ചില സ്റ്റോക്സിൽ നമുക്ക് ഇത്ര ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് വൺ ഓഫ് ദം ഇസ് കോട്ടക് ബാങ്ക്. പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് മുതലായ സ്റ്റോക്സിലോട്ട് സ്വിച്ച് ചെയ്യേണ്ട ഒരു കൺസിഡറേഷൻ ചെയ്യണം. സുമേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 6% ഇടിവിൽ 683 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റൈറ്റ്സിന്റെ കേസിൽ ഫെബ്രുവരി മാസത്തിൽ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചത് അറൌണ്ട് 820 rupees. അതിനുശേഷം ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു ബുള്ളിഷ്നെസ് കാണുമെങ്കിൽ 725 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മധുസൂദൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഭാരത് ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.12% നേട്ടത്തിൽ 1975.5 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. സോ BDLന്റെ കേസിൽ അഗെയിൻ ഒരു കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം നമുക്ക് തിരിച്ചൊരു ബൈങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പും കാണുന്നുണ്ട്. ആൻഡ് സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് 1880 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമുക്ക് ഇന്നൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 2040 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2120 അതിനെ തുടർന്ന് 2200 രൂപയിലും ആയിരിക്കും. ഷമീർ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചത് ബിർല സോഫ്റ്റുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% ഇടിവിൽ 650 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോഫ്റ്റിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ആനി എന്ന് പറഞ്ഞ പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. സോ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്.
ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയൊരു എൻട്രി അവസരം ലഭിക്കണമെങ്കിൽ 442 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് നമ്മുടെ കൈവശ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 390 രൂപ സ്റ്റോപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. വിബീഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഉഷ മാർട്ടിൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 4% നേട്ടത്തിൽ 374 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So Usha Martin is a small cap stock. ആൻഡ് കഴിഞ്ഞ ഒരു മാസം 1.5 മാസമായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഗ്രാജുവലായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിൽ ഇതിലൊരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലോസ്ഡ് അറ്റ് എ ന്യൂ ഓൾ ടൈം ഹൈ. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 382 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ 10 മുതൽ 15 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ലോയ്ഡ്സ് എഞ്ചിനീയേഴ്സ് വർക്ക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5% ഇടിവിൽ 68 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കിന് എതിരെ ലോട്ട് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. സോ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു കമ്പനിയാണ്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനേ ഞാൻ അഡ്വൈസ് ചെയ്യത്തുള്ളൂ. സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. നമ്മൾ മാക്സിമം ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു കോപ്പറൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.